ദൈവമഹത്വവും ദൈവ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഹോവറിങ്. ഈ ഹോവറിങ് എന്ന വാക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നു എന്ന് പറയും. ഹോവറിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ മുകളിൽ ഇരിക്കുക, കവർ ചെയ്തിരിക്കുക. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കോഴിമുട്ടയ്ക്ക് ഒരു കോഴി അടയിരിക്കുന്ന പോലെ, പൊരുന്നിരിക്കുന്ന പോലെ, പ്രകാശമോ കാറ്റോ ഒന്നും കാണാതെ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ ചൂടിൻ്റെ കീഴിൽ ആ മുട്ടയെ സൂക്ഷിക്കുന്ന പോലെ ഹോവറിങ്, ദൈവാത്മാവ് ആ നിലകളിൽ ഇരിക്കുന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു അതോറിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, അധികാരമുള്ളൊരു വ്യക്തിയാണ്. അവൻ്റെ അധികാരം അധികം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടവും അത് സൂക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയുമാണ്. അധികാരം ഒരു വ്യക്തിയിൽ ചലിക്കുന്നത് അയാളുടെ പെർഫോമൻസ് കൊണ്ടല്ല. അധികാരം ഒരു വ്യക്തിയിൽ നിന്ന് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം കൊണ്ടും. ഒരിക്കലും പെർഫോമൻസിലൂടെ നമുക്ക് അധികാരത്തെ റിവീൽ ചെയ്യാൻ കഴിയത്തില്ല. പെർഫോമൻസിലൂടെ അയാളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും, പക്ഷേ പെർഫോമൻസിലൂടെ ദൈവത്തിൻ്റെ കൃപകളോ വരങ്ങളോ അധികാരങ്ങളോ ചലിക്കത്തില്ല. ഒച്ചത്തിൽ സംസാരിച്ചാൽ ദൈവത്തിൻ്റെ അധികാരം ചലിക്കത്തില്ല. ഒച്ചത്തിൽ കമാൻഡ് ചെയ്താൽ ദൈവത്തിൻ്റെ അധികാരം ചലിക്കത്തില്ല. എന്നാൽ വളരെ സൈലൻ്റായി തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അധികാരത്തെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. യേശുക്രിസ്തു ഒരിക്കലും അധികാരത്തെ വലുതായി കണ്ടില്ല, എന്നാൽ അധികാരപ്പെടുത്തിയവനെ വലുതായി കണ്ടു. ആമേൻ. യേശുക്രിസ്തു ഒരിക്കലും ഭൂമിയിൽ തനിക്കുള്ള പേരിനെ വലുതായി കണ്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഭൂമിയിൽ തനിക്കുള്ള പേരിനെ വലുതായി കണ്ടില്ല. യേശു സ്വർഗത്തിൽ തനിക്ക് പേരുണ്ട്, പെരുമയുണ്ട്, പദവിയുണ്ട് എന്നുള്ളതിനെ വലുതായി കണ്ടു. നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വീട്ടിൽ എത്രത്തോളം വിലയുണ്ടോ അറിഞ്ഞുകൂടാ, നാട്ടിൽ എത്രയും വിലയുണ്ടോ അറിഞ്ഞുകൂടാ, ഓഫീസിൽ എത്രയും വിലയുണ്ടോ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലേലും, ഇനിയിപ്പോൾ അത് കൂടുതലാണേലും കുറവാണേലും നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ, 17 മുതൽ 20 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യം. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കുവിൻ. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടിയും ശാപങ്ങൾക്ക് വേണ്ടിയും മറുവിലയാകാൻ തന്നെയാണ്. ഒപ്പം കർത്താവ് മറ്റ് പല പ്രവർത്തികളും ഇതിനകത്ത് ചെയ്തെടുത്തു. കർത്താവ് വന്നത് നമുക്ക് വേണ്ടി പരിഹാരമാകാൻ തന്നെയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമാകാൻ തന്നെയാണ്. ഒപ്പം കർത്താവ് മറ്റ് പല കാര്യങ്ങളും കൂടെ ഈ സമയം കൊണ്ട് കർത്താവ് ചെയ്തെടുത്തു. ഈ 3.5 വർഷക്കാലം കൊണ്ട് കർത്താവ് ചെയ്തെടുത്തു. എന്നാന്നറിയാവോ? എന്നെ
അവിടുത്തെ പോലെ ആക്കി തീർക്കാൻ. പറഞ്ഞേ, എന്നെ അവിടുത്തെ പോലെ ആക്കി തീർക്കാൻ, എൻ്റെ പദവികളെ അവിടുത്തെ പദവിയെ പോലെ ആക്കി തീർക്കാൻ, എൻ്റെ മുഖത്തെ അവിടുത്തെ മുഖം പോലെ ആക്കി തീർക്കാൻ, എന്നെ അവിടുത്തെ പോലെ ആക്കി തീർക്കാൻ. സഹോദര, നിങ്ങൾക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സഹോദരന്റെ അത്രയും ഉന്നതിയിൽ എത്തുന്നത് ഒരു പക്ഷേ എല്ലാ സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സഹോദരി, നിങ്ങളുടെ സഹോദരി ഒരു ഹയർ പൊസിഷനിലാണെങ്കിൽ അവരെ പോലെ നിങ്ങൾ എത്തുന്നത് ഒരുപക്ഷെ എല്ലാ സഹോദരിമാർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങളുടെ ദേശത്ത് മറ്റൊരു വ്യക്തി ഉയരുന്നത് പോലെ നിങ്ങൾ ഉയരുന്നത് എല്ലാ ദേശക്കാർക്കും ആ വ്യക്തിക്ക് തന്നെയും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ അസൂയയില്ലാതെ, കുശുമ്പില്ലാതെ, ദൂഷണം ചെയ്യാതെ, പറയാതെ, ചതിവ് പ്രയോഗിക്കാതെ എന്നെ അവിടുത്തെ പോലെ ആക്കി തീർക്കണമെന്ന ആഗ്രഹത്തോടെ എനിക്ക് സത്യ ശുശ്രൂഷ ചെയ്ത ഒരൊറ്റ രക്ഷകനെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവ് ഇന്ന് താങ്കളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ പേര് എവിടെ എഴുതിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. ഭൂതങ്ങളെ പുറത്താക്കാൻ കർത്താവ് വിളിച്ചപ്പോ ശിഷ്യന്മാർക്ക് BMW ബെൻസും ഒന്നും കൊടുത്തല്ല വിട്ടെ. കർത്താവ് അധികാരം മാത്രം കൊടുത്താ വിട്ടെ. കർത്താവ് നിങ്ങളെ ഈ ഭൂമിയിൽ വിളിച്ചേക്കുമ്പോ ഒരുപക്ഷെ എല്ലാ സൗകര്യങ്ങളിലും അല്ലായിരിക്കും നിങ്ങളിപ്പോ ജീവിക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും. എല്ലാ സൗകര്യങ്ങളോടെയും എല്ലാ പദവികളോടെയും എല്ലാ സുഖ ലോലുപതകളോടുകൂടെയും ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളിപ്പോ ഈ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ വളരെ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ആയിരിക്കും. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് വളരെ സഫർ ചെയ്തായിരിക്കും. നിങ്ങൾ ഈ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്, നിങ്ങൾ ദൈനംദിനം നിങ്ങൾ ചിലവ് നടത്തുന്നത് പോലും വളരെ 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 സ്ട്രഗിൾ ചെയ്തായിരിക്കും. യേശുക്രിസ്തു ശിഷ്യന്മാരെ 70 പേരെ, കർത്താവിന്റെ കൂടെ നിന്ന 12 പേരെ കൂടാതെ മറ്റ് 70 പേരെ കർത്താവ് സെലക്ട് ചെയ്തപ്പോ അവർക്ക് കർത്താവ് കൊടുത്തത് ഇതാ, നിങ്ങളുടെ വഴിച്ചെലവിന് ഇതിരിക്കട്ടെ, പിന്നെ ഒരു ദിവസം കൂടുതൽ ആ പട്ടണത്തിൽ നിൽക്കേണ്ടി വന്നാൽ ഇതുകൂടെ വെച്ചോ. ഇതൊന്നും കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവ് അവരെ എങ്ങനെ വിട്ടേന്ന്? ശ്രദ്ധിച്ചോ? നിങ്ങൾ ഒന്നും കൊടുത്തില്ല. ദ്രവ്യം ഒന്നും അവർക്ക് കൊടുത്തില്ല. അവർക്ക് ബാങ്കിന്റെ ATM കാർഡ് എടുത്തു കൊടുത്തില്ല. അവർക്ക് CUG കണക്ഷൻ തമ്മിൽ വിളിക്കാൻ വേണ്ടി എവിടെ വെക്കുന്നടാ ചോദിക്കാൻ ഒരു കണക്ഷനും എടുത്തു കൊടുത്തില്ല. അവർക്ക് ഫോണും ഇല്ല, അവർക്ക് വഴിച്ചെലവും ഇല്ല, അവർക്ക് സമ്മാനവും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഡ്രസ്സ് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പക്ഷെ ഒന്ന് കൊടുത്തു, അവനെ കൊടുത്തു. ഒന്ന് കൊടുത്തു, അവിടുത്തെ കൊടുത്തു, അവിടുത്തെ നാമം കൊടുത്തു. നിങ്ങൾ പോകേണ്ടത് എൻ്റെ നാമത്തിലായിരിക്കണം. സഹോദര സഹോദരി, ആ സ്ട്രഗിൾസിൽ ജീവിക്കുന്ന നിങ്ങളോടാ ഞാൻ പറയുന്നത്. ഇത്രയും സഫർ ചെയ്യുന്ന നിങ്ങളോടാ ഞാൻ പറയുന്നത്. ജീവിക്കുന്നെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ജീവിക്കണം. ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ചെയ്യണം. ബാക്കി കാര്യം തമ്പുരാൻ ഒരുക്കും. ബാക്കി കാര്യം കർത്താവ് ഒരുക്കും. ഇവരെ കർത്താവ് വിട്ടേച്ച് പറഞ്ഞത്, ഞാൻ അധികാരം നിങ്ങൾക്ക് തരുന്നു. അധികാരം നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിന്റെ അതോറിറ്റി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, പറഞ്ഞ ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാരം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, അവന്റെ ദൈവത്തിന്റെ അധികാരം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവാത്മാവ് പണിതെടുക്കും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇവരെ കർത്താവ് അധികാരപ്പെടുത്തി. എവിടെ പോയാലും ഭൂതങ്ങളില്ലാഞ്ഞിട്ടല്ല. ശ്രദ്ധിച്ചേ, എവിടെ ഇവർ ശുശ്രൂഷയ്ക്ക് പോയാലും അവിടെയൊക്കെ ഭൂതങ്ങളുണ്ട്. ഓ മൈ ഗോഡ്. എവിടെ ഇവർ വന്നിട്ട്, കർത്താവേ ആ തൈറോയിഡ് രോഗി സൗഖ്യമായി, ഇവർ പറഞ്ഞില്ല. കർത്താവേ അങ്ങ് ചെയ്ത പോലെ കൂനി നിവർന്നു, ഇവർ ആ വാക്ക് ഉപയോഗിച്ചില്ല. കർത്താവേ ഒരു കുഷ്ഠരോഗി സൗഖ്യമായിട്ട് 3 കേസ് നമ്മുടെ മിനിസ്ട്രിയിൽ സൗഖ്യമായി, ഇവർ ആ വാക്കൊന്നും പറയുന്നു. ഇവരിവിടെ പറയുന്ന ഒരു വാക്കേ ഉള്ളൂ. ആ 70 പേർ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, സന്തോഷത്തോടെ മടങ്ങി വന്നു. ഞാൻ കൈ വെച്ചിട്ട് രോഗി സൗഖ്യമായില്ല എന്നൊരു വേദന ഒരുത്തനില്ല, എനിക്ക് അവസരം കിട്ടിയില്ല എന്നൊരു നിരാശ ഒരുത്തനില്ല. 70 പേരും ഒരേ മനോഭാവത്തോടെ മടങ്ങി വരുന്നു. അത് വളരെ വലിയ വാക്കാണ്.
70 പേരും ഒരേ മനോഭാവത്തോടെ മടങ്ങി വരും. എന്നെ ശ്രദ്ധിച്ചേ, 70 പേരും ഒരേ മനോഭാവത്തോടെ മടങ്ങി വരുന്നു. വീട്ടിൽ എത്ര പേരുണ്ട്? 3 പേരോ 4 പേരോ 5 പേരോ 8 പേരോ 7 പേരോ 2 പേരോ? ശ്രദ്ധിച്ചേ, ഒരേ മനോഭാവത്തോടു കൂടെ പോകാനും അതേ മനോഭാവത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യാനും അതുപോലെ തന്നെ ഒരേ മനസ്സന്തോഷത്തോടെ മടങ്ങി വരാനും അവർക്ക് കഴിഞ്ഞത് ഈ കൊടുത്തവന്റെ പ്രത്യേകതയാണ്. കൊടുത്തവന്റെ പ്രത്യേകതയാണ്. ഇനി വാങ്ങിയവൻ അതിൻ്റെതായ രീതിയിൽ അവർ അത് ഹാൻഡിൽ ചെയ്യാനും അവരെ ദൈവം പഠിപ്പിച്ചിരുന്നു. ഈ വാങ്ങുന്നവർ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന ഒരു ജ്ഞാനം കൂടെ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. 70 പേരിൽ 69 പേരും സന്തോഷത്തോടെ വന്നു. എന്നാൽ അതിൽ ഒരുത്തൻ മാത്രം ദുഃഖിതനായിരുന്നു എന്ന് വചനം എഴുതിയിരുന്നാൽ പോലും എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകില്ല നിങ്ങളെ ഈ രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കാൻ. പക്ഷെ 70 പേർക്ക് കൊടുത്ത അധികാരവും 70 പേരും ഒരുപോലെ ഉപയോഗിക്കുകയും 70 പേരും റിസൾട്ട് എടുക്കുകയും 70 പേരും അതുപോലെ സന്തോഷത്തോടെ തന്നെ മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ അധികാരം പ്രാപിച്ച ഒരുത്തന്റെ മിനിസ്ട്രിയിൽ പോലും ഫെയിലിയർ ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഇസ് എ വെരി ബിഗ് പോയിന്റ്. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുകയും ഇത്രയും ദൂതുകൾ ദൈവത്തിങ്കൽ നിന്ന് നാം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിൽ ആഴ്ചയിൽ 7 ദിവസത്തിൽ മിനിമം 3 ദിവസമെങ്കിലും നാം സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ 70 പേരെ തിരഞ്ഞെടുത്ത് കൊടുത്ത അധികാരത്തോടുകൂടെ പോയവർ പ്രാപിച്ചു വന്നത്ര ജയം പോലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. പക്ഷെ ഈ 70 പേരും they are happy. അവർ റിസൾട്ടോടുകൂടെ അവർ കർത്താവിന്റെ സന്തോഷത്തിൽ മടങ്ങി വന്നപ്പോൾ യേശു അവിടെ സന്തോഷിച്ച കാര്യം മറ്റൊന്നുമല്ല. യേശു സന്തോഷിച്ച കാര്യം ഇതാണ്: ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരുന്നതും കൂടെ കൊണ്ടാണ് ഈ ഭൂതങ്ങൾ പുറത്തു പോയത്. ഹല്ലേലൂയ. ഇവർ പ്രാപിക്കാത്ത ഒരു വലിയ വെളിപ്പാട് യേശു പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവേ, നീ അറിഞ്ഞോ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു. എന്റെ മകൻ പോലും എന്റെ മുമ്പിൽ ഇത്ര അനുസരണത്തോടെ ഇരുന്നിട്ടില്ല കർത്താവേ, പക്ഷെ ഭൂതം തേണ്ടട തലയും കുനിച്ച് മുട്ടും കുത്തി എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനെ വാഴ്ത്തിയേച്ച് പറഞ്ഞ ഇതാണ്: മക്കളെ, സാത്താൻ ആകാശത്തുനിന്ന് മിന്നൽ പോലെ വെട്ടേറ്റ് വീഴുന്നത് ഞാൻ കണ്ടു. എങ്കിലും, ഇത് വളരെ ശ്രദ്ധിക്കണം ഈ വാക്ക്, എങ്കിലും. ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എങ്കിലും. ഈ എങ്കിലും എന്ന വാക്ക് വെറുതെ കളയരുത് കേട്ടോ, വെറുതെ കളയരുത്. പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും, ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എങ്കിലും, രോഗികൾ സൗഖ്യമാകുന്നുണ്ട് എങ്കിലും, പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കുന്നുണ്ട് എങ്കിലും, വചനം കേട്ട് പലർ രക്ഷിക്കപ്പെട്ട് സഭയോടുകൂടെ ചേരുന്നുണ്ട് എങ്കിലും, പ്രാർത്ഥനകൾക്ക് സ്പോട്ടിൽ മറുപടി കിട്ടുന്നുണ്ട് എങ്കിലും, ലിസൺ മീ, ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും, പ്രവചിക്കാൻ കർത്താവ് നാവിനെ ഉപയോഗിക്കുന്നു എങ്കിലും, നന്മ ചെയ്യാൻ കർത്താവ് കരങ്ങളെ ബലപ്പെടുത്തുന്നു എങ്കിലും, തിന്മയുടെ അരൂപി ഇപ്പോൾ എന്നെ തൊടുന്നില്ല, അത് മാറി നിൽക്കുന്നു എങ്കിലും, എങ്കിലും നിങ്ങൾ അതിലല്ല പ്രശംസിക്കേണ്ടേ. ഇതിനെല്ലാം നിങ്ങളെ പ്രാപ്തനാക്കിയത്. മോനെ, നിനക്ക് ഈ ഇന്ത്യയിൽ ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? നിനക്കൊരു കറുത്ത ബൈൻഡുള്ള പാസ്പോർട്ട് ഇല്ലാതെ നിനക്ക് ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ദുബായ് വരെ പോകാൻ പറ്റുമോ? കാര്യം എന്നാ? പേര് കിടക്കേണ്ടടുത്ത് പേരുള്ളത് കൊണ്ടാണ്. നമ്മളൊന്നും വലിയ ആളായിട്ടല്ല, തികഞ്ഞവനായിട്ടല്ല, തികഞ്ഞവളായിട്ടല്ല,
വേറെ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥനാപ്പായിന്ന് എഴുന്നേക്കാതിരിക്കുന്നുണ്ട് അല്ല 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 ഉപവാസം കൂടുന്നത് കൊണ്ടല്ല, ഉപവാസം കൂടുന്നത് കൊണ്ടല്ല, നമ്മൾ എന്തോ നന്മ ചെയ്യുന്നത് കൊണ്ടും അല്ല, അല്ല, അതൊന്നും അല്ല. എന്റെ പേര് പലരും വെട്ടിത്തള്ളിയപ്പോ, എന്റെ പേര് പലരും മറന്നപ്പോ, എന്റെ പേര് പലരും ചവിട്ടി തേച്ചപ്പോ, എന്റെ പേര് ആവശ്യമില്ലാതെ ചിലർ വലിച്ചിഴച്ചപ്പോ, എന്റെ പേര് വെറുതെ ചിലടത്ത് കൊണ്ടുവച്ചപ്പോ, എന്റെ പേര് ചിലർ നിന്ദിക്കാൻ വേണ്ടി പലരും മുൻപിലെടുത്ത് കുത്തി നിർത്തിയപ്പോ, എന്റെ പേര് പലരും പേര് വെട്ടിക്കളഞ്ഞപ്പോ, എഴുതേണ്ട ഒരുവൻ, എടുക്കേണ്ട ഒരുവൻ, സൂക്ഷിക്കേണ്ട ഒരുവൻ എന്റെ പേര് എഴുതേണ്ട പോലെ എഴുതിയത് കൊണ്ട് ചിലത് എന്റെ മുമ്പിൽ സംഭവിക്കുന്നു. In the name of Jesus. കുഞ്ഞെ, ഇന്ന് ചിലർ നിന്റെ പേര് വെറുതെ വലിച്ചു നീട്ടുന്നുണ്ടായിരിക്കാം, ചിലർ വെറുതെ നിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുണ്ടായിരിക്കാം, വെറുതെ നിന്റെ പേരിനെ ദൂഷണം വരുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ എടുക്കേണ്ടവൻ നിന്റെ പേരെടുത്തിട്ടുണ്ട്, എഴുതേണ്ടവൻ നിന്റെ പേര് കണ്ടിട്ടുണ്ട്, എഴുതേണ്ടടുത്ത് നിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്റെ പേര് എഴുതിയത് കൊണ്ട് ചിലർ ഈ ഭൂമിയിൽ നിന്റെ പേര് വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നത്. വേദനിക്കരുത്, ദുഃഖിക്കരുത്, നിരാശപ്പെടരുത്. കർത്താവിനും എന്നെ വേണ്ടായോ എന്ന് ചോദിക്കരുത്. നിന്നെ വേണമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഈ ദൂത് നിന്നെ കേൾപ്പിക്കുന്നേ. ഇപ്പൊ എനിക്ക് കണക്ട് ആയി. തുടക്കത്തിൽ ഞാൻ ഈ മീറ്റിംഗിന് മുമ്പേ ഞാൻ പറഞ്ഞതും ഇപ്പൊ എന്നെ കൊണ്ട് കർത്താവ് പറയിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് കണക്ട് ആയി. എന്നെയും കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വിടാൻ പോവുക, പ്രാർത്ഥന നിർത്താൻ പോവുക, ഉപവാസം നിർത്താൻ പോവുക, എല്ലാം കുറച്ച് അധികമായതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും പോരാട്ടം എന്ന് പറയുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഓടാൻ വരട്ടെ, നിൽക്കാൻ. നീ ഓടിയാ രക്ഷപ്പെടണം. ഒന്നും കൂടെ, നീ ഓടിയാ രക്ഷപ്പെടണം. പിന്നെ ഓടിയാൽ ഈ കാര്യങ്ങൾക്കൊക്കെ വിടുതലും ഉണ്ടാവണം. പ്രാർത്ഥന നിർത്തുവാണെങ്കിൽ ഈ ഭൂതം നിന്നെ വിട്ടുപോകണം. എങ്കിൽ നീ ഓടുന്നതിൽ, ഒളിച്ചോടുന്നതിൽ, വിട്ടിട്ട് പോകുന്നതിൽ, ഗിവപ്പ് ചെയ്യുന്നതിൽ മാന്യതയുണ്ട്, അർത്ഥമുണ്ട്, ഗുണമുണ്ട്. പക്ഷെ നീ ഓടിയാൽ ഈ സാധനം വിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ഇവർക്ക് ഈ ഭൂതം പോയ ചരിത്രം മാത്രമേ അറിയൂ. എന്നാൽ പോകാത്ത ഭൂതങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കർത്താവ് ഇതുവരെ ഇവരെ ഏൽപ്പിച്ചില്ല. ഇവർ ഭൂതം പോയ സന്തോഷത്തിൽ കർത്താവിൻ്റെ അടുത്ത് വന്നു. എന്നാൽ ചില ഭൂതങ്ങൾ യേശുവിന്റെ മിനിസ്ട്രിയിൽ തന്നെ സെക്കൻഡിൽ തന്നെ വിട്ടുപോയ കേസുമുണ്ട്. കുറെയൊക്കെ ഭൂതം പോകാതെ വലിച്ചേഴച്ച് നുരച്ചും പതപ്പിച്ചും ടൈം എടുത്തു പോയ ചരിത്രമുണ്ട്. സത്യമല്ലേ? അല്ലേ? നമ്മൾ ഈ സുവിശേഷങ്ങളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യവും വായിക്കുന്നത്. ആ മകനെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ശിഷ്യന്മാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് യേശു ഹാൻഡിൽ ചെയ്തപ്പോ സ്പോട്ടിൽ സാധനം വിട്ടുപോയില്ല. സ്പോട്ടിൽ സാധനത്തിന്റെ ഇരിപ്പിട ഇളകി, പക്ഷെ വിട്ടുപോയില്ല. വളരെ ഇഴച്ച് നുരച്ച് പതപ്പിച്ച് മരിച്ചു പോയി എന്ന് തോന്നുമാർ ആ കൊച്ചനെ ആക്കിയിട്ടിട്ടാണ് സാധനം വിട്ടുപോയത്. ആ കേസ് ഇവരെ ഹാൻഡിൽ ചെയ്തില്ല. ഭൂതം വിട്ടുപോയി എന്ന് പറഞ്ഞു, കീഴടങ്ങുന്നു എന്നും പറഞ്ഞു. കീഴടങ്ങാത്ത ചില കേസുകളെ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ കർത്താവ് ഇതുവരെ ഏൽപ്പിച്ചില്ല. ദൈവമക്കളെ, നമ്മളെ കർത്താവ് എല്ലാ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ടില്ല. എല്ലാ കേസും നമ്മളെ കൊണ്ടൊന്നും കർത്താവ് എടുപ്പിച്ചിട്ടില്ല. എല്ലാ ഭാരവും എല്ലാ നുഖവും ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ നമ്മള് ഈ എടുത്തതിനെ വെച്ച് പറയുകയാണ്, ഇതെന്തൊരു ഭാരം, ഇതെന്തൊരു കീറാമുട്ടി, ഇതെന്തൊരു വീട, എന്തൊരു പരീക്ഷ. കർത്താവ് നോക്കുമ്പോൾ ഇത്ര ആകുമ്പോ തന്നെ നമ്മൾ കയറി കിടക്കുക. അതാ യേശു പറഞ്ഞത്, നിങ്ങള് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിൽ കാര്യമൊക്കെ സൂപ്പറാണ്. നിങ്ങളെ കുറെ പേര് അത്ഭുതത്തോടെയൊക്കെ നോക്കി, അതിശയത്തോടെയൊക്കെ നോക്കി. പക്ഷെ മക്കളെ, ഈ അത്ഭുതത്തോടെ അതിശയത്തോടു കൂടെ നോക്കിയവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തവര് തന്നെ നിങ്ങൾക്കെതിരെ നാവ് ഉയർത്തുമ്പോൾ ആ ഭൂതത്തെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഇതുവരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലേക്ക് നോക്കാതെ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ തന്നെ സ്വർഗത്തിൽ പേരെഴുതിയിട്ടുള്ള ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ പീഡാസഹനങ്ങളെ കുറിച്ചും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കർത്താവ് പറയാതെ പറഞ്ഞൊരു സത്യമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരുന്ന പൗലോസിന് പോരാട്ടമില്ലായിരുന്നോ?
സ്വർഗത്തിൽ പേരെഴുതിയിരുന്ന യോസേഫിന് പോരാട്ടമില്ലായിരുന്നു. സ്വർഗത്തിൽ പേരെഴുതിയിരുന്ന അബ്രഹാമിന് പോരാട്ടമില്ലായിരുന്നു. സ്വർഗത്തിൽ പേരെഴുതിയിരുന്ന മറിയയ്ക്ക് പോരാട്ടമില്ലായിരുന്നു. മറിയയ്ക്ക് യേശുവിന്റെ അമ്മ മറിയയ്ക്ക് പോരാട്ടമില്ലായിരുന്നു. സ്വർഗത്തിൽ പേരെഴുതിയിരുന്ന മറ്റു വിശുദ്ധന്മാർക്ക് പോരാട്ടമില്ലായിരുന്നു. പ്രൈസ് ടു ജീസസ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ദൈവിക ശക്തിയും അധികാരവും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാ കർത്താവ് പറഞ്ഞേ, പാമ്പുകളെയും തേളുകൾ ഭൂതങ്ങൾ കീഴടങ്ങി എന്ന് പറഞ്ഞ് കർത്താവിനോട് വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, രണ്ടാമത് കൊടുത്ത ഈ അധികാരം എന്തിനാ? അപ്പൊ ഒന്നാമത്തെ അധികാരം പൂർണ്ണമല്ലായിരുന്നു. രണ്ടാമത് പറയുന്നു പാമ്പുകളെയും തേളുകളെയും. അർത്ഥം, ഭൂമിയിൽ കൂടെ ഇഴഞ്ഞു വരുന്നതിനും ഭൂമിയിൽ കൂടെ കുത്താൻ കണക്കിന് വാലും കൊണ്ടുവരുന്ന സാധനങ്ങൾക്കും മേൽക്കൂടെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. എന്ന് വെച്ചാൽ ഇവർ ഇതുവരെ കണ്ടതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. മുകളിൽ ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുത്തു, പാമ്പിനും തേളിനും അധികാരം കർത്താവ് ഇപ്പോ കൊടുക്കുന്നു. അർത്ഥം, നിന്നെ കടിക്കുന്ന ചിലതും കുത്തുന്ന ചിലതിനും കൂടെ മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതിലല്ലാതെ പാമ്പിന്റെ തല തകർത്തതിനെയോ തേളിന്റെ വാലിനെ മുറിച്ചു കളഞ്ഞതിനെയോ നിങ്ങൾ സന്തോഷിക്കാതെ പേര് സ്വർഗത്തിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുക. സുഹൃത്തെ, ഈ ഭൂമിയിൽ നടന്നു വരുന്ന രീതിയിൽ പോരാട്ടം ഉണ്ടാവും, ഉരുണ്ടു വരുന്ന രീതിയിൽ പോരാട്ടം ഉണ്ടാവും, ഇഴഞ്ഞു വരുന്ന രീതിയിൽ പോരാട്ടം ഉണ്ടാവും, കുത്താൻ വരുന്ന രീതിയിൽ പോരാട്ടം ഉണ്ടാവും. അതൊന്നും ഒരു നാളും നിങ്ങളെ ബാധിക്കയില്ല എന്ന് സ്വർഗം പറഞ്ഞതിന്റെ അർത്ഥം, സകലത്തിന്മേലുമുള്ളൊരു അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. അധികാരം ഉപയോഗിക്കേണ്ടി വരുന്നത് സംഘർഷ സമയങ്ങളിലാണ്. ഏതെങ്കിലും പോലീസുകാരൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വെടിവെക്കാറുണ്ടോ? ഉണ്ടോ? ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഒരു വെടിവെച്ചേക്കാം വെക്കാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും പോലീസുകാരൻ സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ചായ കുടിച്ചോണ്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രതിഷേധ സമയങ്ങളിൽ അവരുടെ മേലുള്ള അധികാരം അവർ യൂസ് ചെയ്യുന്നത് പോലെ. പ്രൈസ് ടു ജീസസ്. എന്ന് പറഞ്ഞ എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും പ്രതിഷേധമില്ല, എല്ലാ ദിവസവും കല്ലേറില്ല, എല്ലാ ദിവസവും കണ്ണീർവാതകവും ഇല്ല. എന്നതുപോലെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളാകുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും പ്രതിഷേധമല്ല, എല്ലാ ദിവസങ്ങളിലും പോരാട്ടമല്ല. പക്ഷെ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നത് ഇതുപോലുള്ള പ്രതിഷേധ സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാനാണ്. ഇതുപോലെ പ്രതിഷേധ സന്ദർഭങ്ങളിൽ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു തന്ന അധികാരം നീ ഉപയോഗിക്കുമ്പോൾ ഒരു സത്യം നീ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മടുത്ത ഒരു സന്ദർഭത്തിലാണ് ഇന്ന് ഈ സന്ദേശം മാന്യ സുഹൃത്ത് കേൾക്കുന്നതെങ്കിൽ ഞാൻ പരിശുദ്ധാത്മ നിറവിൽ നിങ്ങളോട് പറയുകയാണ്. സുഹൃത്തെ, നിന്റെ പേര് സ്വർഗത്തിലുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ദൈവം നിന്റെ പേര് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് പലരും നിന്റെ പേരിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിന്റെ മേലൊരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. 7 ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള സ്ഥലത്ത് നിന്ന് ദൈവം 70 എണ്ണത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ 7 ലക്ഷത്തിന് പുറത്ത് ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോട്ടെ 70,000 പേരുള്ളിടത്ത് നിന്ന് കർത്താവ് 70 എണ്ണത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ വ്യത്യാസം മനസ്സിലായോ? ഈ 70 എണ്ണത്തിന്റെ മേലുള്ള അധികാരം വേറെ 70,000 മേൽ കർത്താവ് കൊടുത്തിട്ടില്ല. തിരഞ്ഞെടുപ്പുള്ളവർക്ക്
ഉപയോഗമുള്ളവർക്ക്, ദൈവം കണ്ടേക്കുന്നവർക്ക് ഒരു പ്രത്യേക ഗ്രേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഗ്രേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. മോനെ, കൃപ എന്തിനാ നിനക്ക് തന്നേന്ന് ചോദിച്ചാൽ അത് ബലഹീനതയിൽ തികഞ്ഞു വരാനാണ്. കൃപ എന്തിനാ കർത്താവ് നിനക്ക് തന്നേന്ന് ചോദിച്ചാൽ അത് ബലഹീനതയിൽ തികഞ്ഞു വരാനാണ്. നീ ഒത്തിരി പോരായ്മകളുള്ള വ്യക്തിയായിരിക്കും, നീ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ 70,000 പട്ടണത്തിൽ നിന്ന് കർത്താവ് 70 തെരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ, 70 തെരഞ്ഞെടുത്തിട്ട് അവർക്ക് തൻ്റെ മേൽ പകർന്നിരുന്ന അധികാരത്തെ പകുത്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എവിടുന്നൊക്കെയോ കർത്താവ് ചില വ്യക്തികളെ ഈ സമയം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പുള്ള ചിലതിൻ്റെ മേലേക്ക് ദൂത് അവരെ ഈ സന്ദേശം അവരെ പൊടി തൂത്ത് അവരെ പുറത്തെടുത്തോണ്ടിരിക്കുക. എനിക്കറിയാം, 70,000 ഉള്ളിടത്ത് നിന്ന് 70 ദൈവം തെരഞ്ഞെടുത്ത് ശിഷ്യന്മാർക്ക് 12 പേർക്ക് കൊടുത്തതുപോലെ തന്നെയുള്ള അധികാരം യേശു ഇവരെ ഏൽപ്പിച്ചു എങ്കിൽ ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു. പക്ഷേ ഒരു കാര്യം, ഇവരാരും പിന്നീട് യേശുവിൻ്റെ ഈ വാക്ക് കേട്ടിട്ടില്ല. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട്. പക്ഷെ അവരെവിടെ? ആ 70 പേരെവിടെ? ആ 70 പേരെവിടെ? അധികാരം ഉണ്ടെങ്കിലും, കൃപയുണ്ടെങ്കിലും, ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിലും, പേരെഴുതിയെങ്കിലും, എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു കൊടുത്തെങ്കിലും, പിന്നെ 70 പേരെവിടെ? എല്ലാവരും വിട്ടേച്ചു പോയി, എല്ലാവരും ഉപേക്ഷിച്ചേച്ചു പോയി, എല്ലാവരും കളഞ്ഞിട്ട് പോയി. അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് ആജീവനാന്തകാലം പിടിച്ചു നിൽക്കുമെന്ന് അർത്ഥമില്ല. ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞ് ആജീവനാന്തകാലം ചെയ്തു കൊള്ളുമെന്നും അർത്ഥമില്ല. ദൈവമക്കളെ, സ്വർഗത്തിൽ പേരുണ്ട് എന്ന ബോധ്യം വേണം. കല്ലിൽ കൊത്തിയതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ കിടക്കാൻ. എനിക്ക് അഭിഷേകമുണ്ട്, എനിക്ക് ശുശ്രൂഷയുണ്ട്, എനിക്ക് കൃപാവരമുണ്ട്, എനിക്ക് കൂട്ടമുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്. അതിലൊന്നും അല്ല. അതാ യേശു പറഞ്ഞു, അതിലൊന്നും അല്ല. ഭൂതങ്ങൾ കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, നീ ആക്യുറേറ്റ് ആയിട്ട് പ്രൊഫസി പറഞ്ഞു, അതിലൊന്നും അല്ല. നിന്റെ പേര് സ്വർഗത്തിലുണ്ട്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ് കേട്ടവർ ചില നാളുകൾക്ക് ശേഷം യേശുവിന്റെ കൂടെ ഇല്ല. ഇന്ന് അങ്ങനെയുള്ള അവസ്ഥകൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷ, കൃപാവരങ്ങൾ എല്ലാം തന്നെ മറന്നു കളഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരോട് പറയുന്നു, നിന്റെ പേര് ഈ ലോകത്തിൽ ആരെല്ലാം ഏതൊക്കെ രജിസ്റ്ററിൽ നിന്ന്, ഏതൊക്കെ ലിസ്റ്റിൽ നിന്ന് വെട്ടി മാറ്റിക്കളഞ്ഞാലും, ഏതൊക്കെ ലിസ്റ്റിൽ നിന്ന് നിന്നെ സെലക്ട് ചെയ്തില്ലെങ്കിലും, ദൈവം സെലക്ട് ചെയ്ത നിന്റെ പേര്, ദൈവം സെലക്ട് ചെയ്ത താങ്കളുടെ പേര് സ്വർഗത്തിന്റെ ജീവ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നു എന്ന സന്തോഷം നിനക്കുണ്ടാകട്ടെ. കടഭാരം തീരുന്നത് കൊണ്ടല്ല, കടഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞത് കൊണ്ടല്ല, രോഗത്തിൽ നിന്ന് സൗഖ്യമായത് കൊണ്ടല്ല, ആമേൻ ആമേൻ, ഒരു വീടും കൂടെ വാങ്ങിയത് കൊണ്ടല്ല, പുറത്തു പോകാൻ അവസരം കിട്ടിയത് കൊണ്ടല്ല, കമാൺ, അവസരം കിട്ടിയത് കൊണ്ടല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് കൊണ്ടല്ല, ലഭിക്കാത്തത് കൊണ്ടല്ല, ചോദിച്ച കാര്യങ്ങളെല്ലാം കിട്ടിയത് കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടുമല്ല, എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്. കമോൺ 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 കമോൺ. ഒരു വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, പ്രാർത്ഥിച്ചു ദൂത് പറഞ്ഞത് കൊണ്ടല്ല, കേട്ട ദൂത് നടന്നത് കൊണ്ടല്ല, എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്. ഇത് എഴുതിയവന്റെ കരം വേറെയാണ്, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന ആള് വേറെയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ദൈവപ്രവൃത്തികളും ഉണ്ടായിരിക്കും. ഈ 70 പേര് ആശ്ചര്യപ്പെട്ടത് ഇന്നലെ വരെ അവരെ കൊണ്ട് പ്രയോജനപ്പെട്ടതുപോലല്ല യേശു തെരഞ്ഞെടുത്ത ശേഷം അവർ പ്രയോജനപ്പെടാൻ തുടങ്ങിയത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്നലെ വരെ അവർ അംഗീകരിച്ചത് അവരെ അപ്പനും അമ്മയും മാത്രമായിരിക്കും അവരെ അംഗീകരിച്ചത്.
ഇന്നലെ വരെ അവരുടെ വീട്ടുകാർ മാത്രമായിരിക്കും അവരെ അംഗീകരിച്ചത്, അവരുടെ ഒരു നോർമൽ സൊസൈറ്റി മാത്രമായിരിക്കും അവരെ അംഗീകരിച്ചത്. പക്ഷേ ഇന്ന് അവരെ അംഗീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു കൂടെയാണ്. യേശുക്രിസ്തു അവരെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അതേണ്ടടാ വാ പിളർക്കുന്ന രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. സുഹൃത്തെ, ദൂത് ഇതാണ്: നിന്നെ അംഗീകരിക്കേണ്ടവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നിന്റെ പേര് എഴുതേണ്ടവൻ എഴുതി കഴിഞ്ഞാൽ ജീവിതം മാറിയിരിക്കും. പക്ഷേ അവസാനത്തോളം, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരു വചനമുണ്ട്, അറിയാവോ? അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. പക്ഷേ സന്തോഷ സൂചകവുമായിട്ടൊക്കെ വന്നവർ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ രക്തവും ശരീരവും ഭക്ഷിക്കണമെന്നൊക്കെയുള്ള ആത്മമർമ്മമടങ്ങുന്ന ദൂത് കേട്ടപ്പം ഒരുത്തൻ തെക്കോട്ട്, 4 എണ്ണം വടക്കോട്ട്, പിന്നെ 2 എണ്ണം കിഴക്കോട്ട്, പിന്നെ 10 എണ്ണം പടിഞ്ഞാറോട്ട്, 4 വഴിക്ക് പിരിഞ്ഞുപോയി. ഇതെന്തൊരു കഠിന ഉപദേശം മക്കളെ! ക്രിസ്തീയ ജീവിതത്തിലോട്ട് വരുമ്പോ വലിയ പ്രതീക്ഷകളാണ്, പക്ഷെ ചിലതൊക്കെ കഠിനതകളാണെന്ന് തോന്നും. പക്ഷെ നിനക്ക് ക്രോസ് ഓവർ ചെയ്യാൻ കഴിയാത്തതൊന്നും കർത്താവ് നിന്നെ ഏൽപ്പിക്കത്തില്ല. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതൊന്നും കർത്താവ് നിന്നെ ഏൽപ്പിക്കത്തില്ല. പക്ഷെ ഈ സന്തോഷം നിന്നോ? ഇല്ല. ഇത് തുടക്കത്തിലെ സന്തോഷമായിരുന്നു. കർത്താവ് നിങ്ങളോട് പറയുന്നു, ഈ സന്തോഷം, ഈ പരിശുദ്ധാത്മാവിലെ സന്തോഷം, ഇത് അന്ത്യത്തോളം കൊണ്ട് നടക്കണമെങ്കിൽ നമ്മുടെ പ്രയർ ഡയറി എടുത്തു വെച്ചിട്ട് എത്ര എണ്ണത്തിന് മറുപടി കിട്ടി? ഞാൻ എന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ, ഇത്രയും വിഷയങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇട്ടേക്കുവോ, ഇത്രയും വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറുപടി കിട്ടിയില്ല എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഓർഡിനറി സ്പിരിച്വൽ റിലത്തിൽ നിന്ന് അതിന്റെ മുകളിൽ, അതാ പറഞ്ഞത്, ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൊണ്ട് നിങ്ങൾ അളക്കല്ലേ. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പേര്. ഞാൻ വളരെ സന്തോഷത്തോടാട്ടെ ഈ ദൂത് നിങ്ങളോട് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമേ അല്ല. സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സാത്താൻ ഭയപ്പെട്ടിരിക്കും. നിനക്കെതിരെ ഇത്രയും പ്രതിഷേധങ്ങൾ അഴിച്ചു വിടുന്നതിന്റെ കാരണം നിന്റെ പേര് സ്വർഗത്തിലുള്ളതുകൊണ്ടാണ്. ഇയ്യോബിനെതിരെ പറയാൻ സാത്താൻ സ്വർഗ കവാടം ചവിട്ടി തുറന്ന് കയറിപ്പോയി. ജോഷുവായെക്കുറിച്ച് കുറ്റം പറയാനും സാത്താന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ സാത്താൻ പോയി നിന്നു. ഓർക്കണം ഇയ്യോബിനെ കുറിച്ച് കുറ്റം വിളമ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ സാത്താൻ പോയി നിന്നു. സെക്കറിയാവിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ജോഷുവായെക്കുറിച്ച് കമന്റ് പാസ്സാക്കാൻ വേണ്ടി അപവാദി, അക്യൂസർ സാത്താൻ പാസ്സാക്കാൻ വേണ്ടി സാത്താൻ പോയി ദൈവസന്നിധിയിൽ നിന്ന്. പിന്നെയാണോ നമ്മുടെ കാര്യം? സ്തോത്രം. ഓർത്തു നോക്കണം, ഇയ്യോബിന്റെ ഭക്തി എവിടെ കിടക്കുന്നു, യോശുവായുടെ ഭക്തി എവിടെ കിടക്കുന്നു, നമ്മുടെ ഭക്തി എവിടെ കിടക്കുന്നു? അവരെ കുറിച്ച് പോയി അപവാദം പറയാൻ ദൂഷകനായ സാത്താൻ ദൈവസന്നിധിയിൽ പോയി നിന്നു. എന്തുകൊണ്ടാണ്? യോശുവയുടെ കേസും ഇയ്യോബിന്റെ കേസും ഒക്കെ സ്വർഗം എടുത്തത് എന്തുകൊണ്ടാണ്? അവിടെ അവരുടെ പേരുള്ളതുകൊണ്ടാണ്. ഈ പുള്ളി അറിഞ്ഞില്ലായിരുന്നു അവരുടെ പേര് അവിടെ എഴുതിയെന്ന്. ഇയ്യോബിന്റെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതി. അറിഞ്ഞില്ലായിരുന്നു. ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഇയ്യോബ്. എന്നിട്ട് പോലും സാത്താൻ ചെന്ന് അവിടെ നിന്ന് അവർക്കെതിരായി പരാതി പറഞ്ഞു എങ്കിൽ അല്പവിശ്വാസികളായ നമ്മളൊക്കെ, എനിക്കൊന്നും എൻ്റെ വിശ്വാസം ഭയങ്കര തികഞ്ഞതാണെന്നൊന്നും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാനുള്ള ധൈര്യവും ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ കർത്താവ് വിശ്വാസ വീരന്മാരുടെ പട്ടിക മുമ്പോട്ടിട്ട് തരും, ഞാൻ വിറയ്ക്കും. നമ്മളൊക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തികഞ്ഞവരാരും ഇല്ല കേട്ടോ, ആരുമില്ല, തികഞ്ഞവരില്ല. അവർക്കെതിരെ പോയി സാത്താൻ പഴി പറയാൻ നിന്നുവെങ്കിൽ, ദൈവമക്കളെ, പോരാട്ടം വിശ്വാസ വീരന്മാർ മുതൽ തുടങ്ങിയതാ. പ്രശ്നങ്ങൾ വിശ്വാസ വീരന്മാർ വരെ മുതൽ തുടങ്ങിയതാ. അതുകൊണ്ട്
അവരതിനെ ജയിച്ചത് പ്രാർത്ഥനയാലും ദൈവം അവരുടെ മേൽ പകർന്ന അഭിഷേകത്താലും അധികാരത്താലും ആയിരുന്നത് പോലെ ഇന്ന് നിങ്ങൾ ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നത് എന്താണെന്ന്, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. ആ ശക്തി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളെ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നതിനെ പരിശുദ്ധാത്മാവ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളെ കർത്താവ് പരാജയപ്പെടാനല്ല വിളിച്ചേക്കുന്നത്. നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരോഹിത വർഗമാണ്. ദൈവം സെലക്ട് ചെയ്തേക്കുന്ന വ്യക്തിത്വങ്ങളാണ്. In the name of Jesus Christ. In the name of Jesus. പിതാവേ, ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനം ഇവരുടെ ജീവിതത്തിൽ വലിയ ക്രിയ ചെയ്യട്ടപ്പാ. ഒരു അനുഗ്രഹമായി ഇവർ മാറട്ടെ. ഇവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കണം. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കണം. അഭിഷേകത്തോടെ നിൽപ്പാൻ സഹായിക്കണം. അതൻ യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.